നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രഭിത ബാലകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ബസ് യാത്രയ്ക്കിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട വയോധികനെ രക്ഷിക്കാൻ ബസ് ജീവനക്കാരും യാത്രക്കാരും നടത്തിയ തീവ്ര ശ്രമം വിഫലമായി. ചേലക്കോട് സ്വദേശി ബാലകൃഷ്ണൻ മരണത്തിന് കീഴടങ്ങി. ബുധനാഴ്ച രാവിലെ ഉത്രാൾക്കാവിന് സമീപം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഇദ്ദേഹത്തിന് സഹയാത്രിക്കാർ ബസ്സിനുള്ളിൽ വെച്ച് CPR നൽകുകയും ജീവനക്കാർ മറ്റ് സ്റ്റോപ്പുകൾ ഒഴിവാക്കി ബസ് അതിവേഗം ഒട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ജീവൻ രക്ഷിക്കാൻ സാരഥികൾ കാട്ടിയ മനക്കരുത്തിനെ നാട്ടുകാർ നന്ദിയോടെ സ്മരിച്ചു. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ കുന്നംകുളം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് മാതൃകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും വികസന പ്രവർത്തനങ്ങൾ തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൊതുയോഗത്തിന് മുന്നോടിയായി റാലിയും നടന്നു. ചേലക്കരയിൽ പ്രചാരണം ആവേശത്തിൽ. കർഷകക്ഷേമത്തിനും വന്യജീവി ശല്യം തടയാനും മുൻഗണന നൽകുമെന്ന് ചേലക്കര UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് പറഞ്ഞു. തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതേസമയം NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ആവേശകരമായ പര്യടനം നടത്തി. ആറ്റൂർ മണലാടിയിൽ നിന്നും ആരംഭിച്ച് മുള്ളൂർക്കര ടൗണിൽ സമാപിച്ച പര്യടനത്തിൽ BJP നേതാക്കളും നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. സംസ്ഥാനത്ത് വേനൽ ചൂട് കഠിനമാകുന്ന സാഹചര്യത്തിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നും തൃശൂർ, കൊല്ലം, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെട്ടേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ഉയർന്ന താപനിലയും വായുവിലെ ഈർപ്പവും കാരണം കടുത്ത അസ്വസ്ഥതയ്ക്ക് സാധ്യതയുള്ളതിനാൽ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം.